അനുജൻ ആ കാന്താരിയെ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എന്റെ സമാധാനം മുഴുവൻ പോയി. ഇപ്പൊ ദേ തന്ത ഗുണ്ടൂരിന്ന് ഒരു അരിച്ചാക്കിന് ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തോ വേണം? വീട്ടിലെ കാര്യമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. നാട്ടുകാരോട് എന്ത് പറയും? ഓഹോ, രമയ്ക്ക് അതാണ് വിഷമം. ഞാൻ ഇനി എന്റെ ഡാഡി എങ്ങനെ ഫേസ് ചെയ്യും? 6 മാസം ഇടവിട്ട് മക്കളുടെ അച്ഛന്റെ കല്യാണം നടക്കുന്നത് വിവാഹ കമ്പോളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും. ഇത്ര വേഗം ഈ പിരിയാച്ചരക്കിന് എവിടെ തപ്പിയെടുത്തു? ആ വക്കീലിന്റെ ഇടപാടല്ലേ, വല്ല ഡൈവേഴ്സ് കേസും ആയിരിക്കും. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നു നമുക്കൊന്ന് കാണാലോ. നമ്മൾ ഇനി ആരുടെ കൂടെ നിൽക്കും? അമ്മായിയമ്മയുടെ കൂടെയോ മരുമക്കളുടെ കൂടെയോ? സംഗതികളുടെ പോക്കറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇനി തീരുമാനിക്കാനൊന്നുമില്ല. അങ്ങേരോട് ഒന്ന് ചോദിക്ക് എന്തിനുള്ള പുറപ്പാടാണെന്ന്. അച്ഛനോട് ഒരു മകനെങ്ങനെ അത് ചോദിക്കുക? മൂക്കി പല്ല് മുളച്ച അച്ഛനെ കെട്ടാമെങ്കിൽ മോന് ചോദിച്ചാലെന്താ? ചോദിക്കല്ലേ. ഇതിന് 500 രൂപ കിട്ടില്ലല്ലോ മോനെ. ഒരു 400 രൂപ തരാം. 500 രൂപ തികച്ചാ മുതലാളി. 500 രൂപ തികച്ചു തരണമെങ്കിൽ 500 രൂപയ്ക്കുള്ള സ്വർണം വേണം. ഇതാ അവിടെ ആ കൂനൻ തോമാസിന്റെ കടയുണ്ട്, അവിടെ കൊണ്ടുകൊടുക്ക്. ചെല്ലേ. അനിയൻ എവിടെ പോയി? ഓ, ചേട്ടൻ എവിടെ പോയി? അനിയൻ എവിടെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ വാ. എന്താ അച്ചിമാരുടെ അകമ്പടി ഒന്നും ഇല്ലാതെ തനിച്ച്? അച്ഛൻ കാണിച്ചത് ഭയങ്കര നാണക്കേടാ. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കണ്ടാ? ഞങ്ങള് കല്യാണക്കാരത്തെ കുറിച്ചാ പറഞ്ഞത്. ഓ, അതാണോ കാര്യം? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ അതുമ്മ ചാരി നിക്കാണ്ട് നേരെ നിന്നേ. എന്നാ എന്റെ പൊന്നു മക്കൾ കേട്ടോ, എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ അമ്മ മരിച്ചു. അതീ പിന്നെ എന്റെ എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി. അതുകൊണ്ടാ അച്ഛൻ 2ാമതൊരു കല്യാണത്തിന് തയ്യാറായത്. വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നാലും പൗർണമിയുള്ള വീട്ടുകാരോട് എന്ത് പറയും? പഞ്ചമി അതിനേക്കാളും ടെൻഷനില്ല. പൗർണമിയുടെ അച്ഛനേക്കാളും 4 പേര് അറിയുന്നത് പഞ്ചമിയുടെ അച്ഛാ. അമ്മായി അപ്പന്മാരുടെ മഹത്വം ഒന്നും ഇവിടെ ആരും വിളമ്പണ്ട. ഇതെന്റെ സ്വന്തം കാര്യ. നിങ്ങളുടെ അച്ചിമാർക്ക് എന്റെ അച്ചിയുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് 2 പേരോടും പൊക്കോളാൻ പറയൂ. ഇവിടെ ഇടപാടുകാർ വരേണ്ട സമയമായി. ഇവിടെ നിന്ന് തട്ടിക്കളിക്കൊന്നും വേണ്ട. ആ പോട്ടെ. ഞാൻ എന്റെ കണ്ണടച്ചോർക്കുമ്പോ ഇവിടെ കാണാൻ പാടില്ല. പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ആ കാലക്ക് എന്തൊരു ബെസ്റ്റ് കുട്ടികള്. 2ാം കെട്ടാണെന്ന് കരുതി ചടങ്ങുകളൊന്നും തെറ്റിക്കുന്ന ശരിയല്ലല്ലോ. ഒരു ഗ്ലാസ് പാല് തരൂ. ഓ, അയ്യോ, പാല് ഉറയൊഴിച്ചു പോയല്ലോ. ചിലപ്പോ മറ്റേ കൊച്ചമ്മയുടെ അടുക്കള കാണും. ഓ, ഇവിടെ 2 അടുക്കളയാണോ? അതെന്തായാലും സൗകര്യമായി. എന്നാ ചെല്ലട്ടെ. ഓ, അതെ, മധുരം കുറച്ചൊരു ഗ്ലാസ് പാല് തരൂ. ആ അടുക്കളയെക്കാളും സൗകര്യമുണ്ട്. ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്തേക്കൂ. അയ്യോ, പാല് പൂച്ച കുടിച്ചു കൊച്ചമ്മേ. അയ്യോ, സോറി കേട്ടോ. ഷോ, 2 അടുക്കള ഉണ്ടായിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കാനില്ലെന്ന് വെച്ചാ? ഇന്ന് അച്ഛന്റെയും ഈ അമ്മയുടെയും ആദ്യ രാത്രിയാണെന്നുള്ള കാര്യം മോള് മറന്നോ? ഓ, അത് ഞാൻ ഓർത്തില്ല. ആഹാ, ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നോ? 2ാം കെട്ടുകാരനല്ലേ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഗ്ലാസ് ഇങ്ങെടുത്തെ. സോറി സാർ. ഞാൻ സിഗരറ്റ് വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചേട്ടൻ ഇന്നും ഒരു സിഗരറ്റ് വലിക്കണ്ട. എന്നാ വലിക്കണ്ട. പാല്. അയ്യോ അയ്യോ, എന്നെ ഒന്ന് നിലത്ത് നിർത്ത്, ഞാൻ പറയാം. താനൊന്നും പറയണ്ടോ ചേട്ടെ. അച്ഛനെ കൊണ്ട് കെട്ടിച്ച് എന്നെയും പഞ്ചമി ഒതുക്കാന്ന് കരുതിയോ? എന്തോ എന്റെ പൗർണമിയുടെ മുമ്പിൽ തന്റെ നിഴല് പോലും കണ്ടേക്കരുത്. തന്റെ കേസ് കെട്ടവൾ കത്തിക്കും. അയ്യോ, കത്തിക്കണ്ട. യാതൊരു പ്രതിക്കും പറയാനുള്ളത് കോടതി പോലും കേൾക്കും. നിങ്ങൾ എന്നെ നിലത്ത് നിർത്തി, ഞാൻ പറയാം. ഞാൻ MDRന്റെ ലീഗൽ അഡ്വൈസർ ആണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. മുതലാളിയെ വഞ്ചിച്ച് ഔട്ട് ഓഫ് ദ ഡേയിലാണ് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി ചെയ്യുന്നത്. മുതലാളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിച്ചില്ല.
അതിന് കല്യാണമാണോ ചെയ്തു കൊടുക്കുന്നത്? മുതലാളിക്ക് ഇപ്പൊ അതാ വേണ്ടത്, അതുകൊണ്ട് അത് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയെന്ന് തനിക്കറിയോ? ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. അവർ നിങ്ങൾക്ക് നല്ലൊരു അമ്മയായിരിക്കും, നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലൊരു അമ്മായി. ഉറപ്പാണോ? ഉറപ്പ്. അല്ലെങ്കിലേ വക്കീലിന്റെ എല്ലും ഞാൻ ഊരെടുക്കുവേ. ദേ ഈ ബോഡിയിൽ നിന്ന് എല്ലും കൂടി പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടായിരിക്കും കാണാൻ. എന്നെ കുറിച്ചെങ്കിലും എനിക്കൊരു വിചാരമില്ലാതിരിക്കോ? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. പാർവതി ഒരു പാവം കുണ്ടൂരുകാരിയാ. ചാരുലതേ, ഓ ചന്ദ്രമതി, കോഫി എടുത്തോളൂ. ചാരുലതേ, ചന്ദ്രമതി, ചാരുലതേ, ചന്ദ്രമതി, ചന്ദ്രമതി, ചന്ദ്രമതി. ഛെ, ഈ തള്ളത് എവിടെ പോയി കിടക്കുന്നു രാവിലെ? ഇവളെവിടെ പോയി കിടക്കുന്നു? ചാരുലതേ മോളെ, വെളുപ്പിന് വെറുതെ വിളിച്ച് തൊണ്ട കളയണ്ട. ചാരുലതയും ചന്ദ്രമതി അവരവരുടെ വീടുകളിലേക്ക് പോയി. എന്നോട് പറയാതെയോ? പറഞ്ഞിട്ടേ പോകൂന്ന് അവര് വാശി പിടിച്ചതാ. നിങ്ങൾ രണ്ടുപേരോടും വിവരം പറഞ്ഞോളാന്ന് ഞാനാ പറഞ്ഞത്. എന്ന് വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അവരിന് വരത്തില്ല. അതെന്താ? ഞാൻ അവരെ പിരിച്ചുവിട്ടതാ. ആരോട് ചോദിച്ചിട്ട് പിരിച്ചുവിട്ടു? 2 മരുമക്കളുള്ളൊരു വീട്ടില് ജോലിക്കാരിയുടെ ആവശ്യം എന്താ? അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? ചിറ്റമ്മ. ഒരു ചിറ്റമ്മയ്ക്ക് അതിനുള്ള അവകാശം ഇല്ലേ മക്കളെ? അവകാശവും അധികാരമൊക്കെ കിളവന്റെ അടുത്ത് മതി, ഇങ്ങോട്ട് എടുക്കണ്ട. ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും നിങ്ങൾക്ക് തരുമെന്ന് കരുതണ്ട. അയ്യോ, മര്യാദയ്ക്ക് എന്റെ സെർവന്റിനെ വിളിച്ച് മാപ്പ് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ അയ്യോ സ്വഭാവം പറയുന്ന കേക്ക് పోనీ పోనీ అంటే తల మీద ఎక్కుతావా? నేను గుంటూరు పార్వతిని అంటేనా? అత్తగారు వెనగనే కోడలు, అది మీకు తెలియదా ఇంతవరకు? ఇక్కడ చూడు, మర్యాద అయితే మర్యాద, లేకపోతే నేను నీకనా నీచదాన్ని తెలుసుకో. ഞാൻ ആരെന്ന് നിനക്ക് അറിയണം അല്ലടി? നിന്റെയൊക്കെ അമ്മായിയപ്പന്റെ ഭാര്യ. ഞാൻ നിന്റെയൊക്കെ വേലക്കാരിയെ വിളിച്ച് മാപ്പ് പറയണം అల్లడి? సర్వంటులు పెద్దదాన్ని తీసుకొచ్చి ఇవ్వడానికి మీరిద్దరు అంత పెద్దవాళ్ళా? నేను గుంటూరు పార్వతి అంటేనా? నీకు నా పెట్ట చవిటేలని చూసే చాలవే జాగ్రత్త. എന്താ പ്രശ്നം? డ్రైవర్ గాడికి ఇక్కడే ఎక్కడ ఉన్నానో అక్కడ ఉంటావు, బయట పో. ఇറങ്ങി പോടാ. അത് മലയാളത്തിൽ പറഞ്ഞാ പോരെ, ഇംഗ്ലീഷിൽ പറഞ്ഞോ? പോടാ. അല്ല ഇതെന്താ ബാധ കയറിയോ? ബാധ കയറിയടാ നിന്റെ തന്തയ്ക്ക്. അയ്യോ ചേട്ടാ, ചേട്ടൻ ഒന്നും തോന്നരുത്. തന്തയ്ക്ക് പറയേണ്ടടുത്ത് തന്തയ്ക്ക് തന്നെ പറയണം. എനിക്ക് ദേഷ്യവും മനപ്രയാസവും ഒക്കെ വന്നാ പിന്നെ ഞാൻ പിതൃഭാഷയെ ഉപയോഗിക്കും. അതുകൊണ്ട് എന്റെ മക്കളും മരുമക്കളും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക, എന്നെ കൊണ്ട് തെലുങ്ക് പറയിപ്പിക്കരുത്. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോത്തിനാണ് ആണെന്നും പറഞ്ഞ് മീശയും വെച്ചോണ്ട് ഇങ്ങനെ കേറി പോടാത്ത പെങ്കോന്തന്മാര്. അങ്ങോട്ടാണ് പോ, കേറടുക്കളയിൽ. ഇനി മുതൽ ഇവിടെ ഒരൊറ്റ അടുക്കള മതി, മനസ്സിലായല്ലോ? പോ ചെല്ലേ, പോ, എല്ലാരും പോക്കോ. ചേട്ടാ എങ്ങനുണ്ട്? ഇന്നത്തേക്ക് ഇത് മതി പാർവതി. നിന്റെ സ്വഭാവം അവർക്ക് ശരിക്കും മനസ്സിലായി. ഇതൊരു സൂചന മാത്രം. ആദ്യം ഞാനും ഒന്ന് പേടിച്ചു. ഇനി തെലുങ്ക് പറയുമ്പോ അതിന്റെ അർത്ഥം കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇതിലില്ല. ആണോ? കൂടുതൽ വാ പൊളിക്കല് രമേശ, ഈച്ച കയറും. ഈച്ച കയറാനാ വാ പൊളിച്ചത്. നീ എന്താ ഇവിടെ? 2 ചിക്കൻ ബിരിയാണി പാഴ്സൽ, 1 പ്ലേറ്റിലേ. പാഴ്സലോ? അതാർക്ക്? കൊച്ചമ്മയ്ക്ക്. ഏത് കൊച്ചമ്മ? അവിടെ അതിനാകെ ഒരു കൊച്ചമ്മല്ലേ ഉള്ളു. എന്റെ ഭാര്യ പഞ്ചമയല്ലേ അവിടുത്തെ കൊച്ചമ്മ? അതൊക്കെ പണ്ട്. ഇത് രാവിലെ ആണി ഇളകിയ കൊച്ചമ്മക്ക. ആണി ഇളകിയ കൊച്ചമ്മ? അതാര്? നിന്റെ പുതിയ ചിറ്റമ്മ, അറിയില്ലേ? അതിന് ഹോട്ടലിലെ ഫുഡ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ലല്ലോ. അത് ഇന്നലെ വരെ ഒരു പെണ്ണ് വന്ന് കയറിയ എല്ലാ വാശിയും പമ്പ കിടക്കും. കെട്ടുന്നതിന് മുമ്പ് ആക്സിലും ഗിയറും പോലെ ആയിരുന്നില്ലേ നമ്മൾ വന്നില്? കെട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ഡ്രൈവറും നീ കൊച്ചുമുതലാളി ആയില്ലേ? അത്രയൊക്കെ ഉള്ളടാ മനുഷ്യന്റെ കാര്യം. ബിരിയാണി തായില്ലേ കൊച്ചമ്മ റേസാവും. അവര് ബിരിയാണിയെ കഴിക്കത്തുള്ളൂ. അവിടെ വെക്കുന്നൊക്കെ കഴിച്ചോ? അതിന് അവിടെ വല്ലതും വെക്കണ്ടേ? വേലക്കാരികളെ പറഞ്ഞു വിട്ടതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയും പൗർണമിയും സമരത്തില. ഇന്ന് 2 അടുപ്പിലും തീ പോഞ്ഞിട്ടില്ല. എന്റെ വയറ്റിലെത്തി. താമരാശ ഒന്ന് വേഗം ആകണേ. അപ്പൊ പഞ്ചമിന്ന് പട്ടിണിയാണോ? ഇന്ന് പട്ടിണിയെങ്കിലും ഉണ്ട്, നാളെ അതും കാണുമോന്ന. ബിരിയാണി പിച്ചക്കാരെ പോലെ. അയ്യോ, ഇതെന്റെ ഹോട്ടലിലെ ബിരിയാണി പോലെ ഉണ്ടല്ലോ. ഞാൻ വരുത്തിച്ചതാ. വെള്ളം. നല്ല ബിരിയാണിയല്ലേ? ഞാനെങ്ങൊന്നും വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. എന്നെ അങ്ങനെ ആരും തോപ്പിക്കാന്നും കരുതണ്ട. സാരഥി, സാരഥി, വണ്ടി എടുക്കാൻ. എവിടെ പോകാനാ? ഉറങ്ങാനും സമ്മതിക്കില്ല. സാരഥി, വണ്ടി എടുക്ക്. എങ്ങോട്ടാണെന്ന്? ഹോട്ടലിലേക്ക്. കൊച്ചമ്മ പറയണം. കൊച്ചമ്മ പറയാം.
അല്ലേ നിവൃത്തിയില്ല. തനിക്ക് അത്രയ്ക്ക് അഹങ്കാരം. രമ എന്നിങ്ങോട്ട് വരട്ടെ, കാണിച്ചു തരാം. ആര് വന്നിട്ടും കാര്യമില്ല. താക്കോലില്ലാതെ വണ്ടി എടുക്കാനും ഓടിക്കാനും എനിക്കറിയില്ല. താക്കോല് കൊച്ചമ്മയുടെ കയ്യിലാ. ഓഹോ, ആ. അപ്പൊ ശരിക്കും ഭരണം തുടങ്ങിയല്ലേ? 5 മിനിറ്റിനുള്ളിൽ ആഹാരം ഇവിടെ വരുന്ന തനിക്ക് കാണാം. വന്നാൽ അത് 2 മിനിറ്റ് കൊണ്ട് തിന്നു തീർക്കണ കാണണോ? ആഹാ. അയ്യ. അയ്യോ, അയ്യോ. ഓഹോ, ഫോണും പൂട്ടി വെച്ചല്ലേ? ഉഗ്രം ബിരിയാണി. ദിവസം ഇനി ഇത് മതി. ഇന്ന് പട്ടിണി കിട്ടും, നാളെ അവൾ അടിച്ചിറക്കും. പുത്തനച്ചി പൊരപ്പുറം തൂക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. എത്രത്തോളം പോകുന്നറിയട്ടെ. ഏറെ വിളഞ്ഞാ ഞാൻ അവളെ ഇതുപോലെ പൊരിക്കും. അച്ഛനെങ്ങാനും അറിയണം. തെലുങ്കിലല്ല, വേണേ കണ്ണെടുത്ത് തെറി പറഞ്ഞ് അവിടെ കണ്ണു പൊട്ടിക്കും. എന്നെ ഒതുക്കണമെങ്കിലേ അവൾ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. പുറത്തുനിന്നൊരു ശത്രു വരുമ്പോ അകത്തുള്ളവർ ഒന്നിച്ചു നിൽക്കണം. അത് വല്ലതും ഇവിടെ നടക്കുവോ? എന്താ നടന്നാല്? പൊതു ശത്രുവിനെ ഒതുക്കാൻ വേണ്ടി ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ പോലും ഒന്നിക്കുന്നില്ലേ? പിന്നെന്താ നമുക്ക്? ആ തെലുങ്കത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ ആരെയും കൂട്ടുപിടിക്കാൻ ഞാൻ തയ്യാറാ. മരുമക്കളുടെ ശക്തി അവൾ അറിയണം. ഞാൻ റെഡി. എന്നാ ഞാനും റെഡി. താങ്ക് യു. താങ്ക്സ്. കൊള്ളാം. ഈ പോക്ക് പോയാലേ ആളെല്ലാം കൂടെ തെലുങ്കത്തിയുടെ കാലിന്റെ കീഴെ കൊണ്ട് വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2ാം ഘട്ടം 3ാം ഘട്ടം ഒക്കെ ഓരോത്തോടെ ഇഷ്ടമാ. പക്ഷെ അവളെ കൊണ്ട് നമ്മുടെ പിള്ളേരെ ഭരിപ്പിക്കാന്ന് വെച്ചാ ഇപ്പോഴെങ്ങാനും ആ തെലുങ്കത്തിയൻ തെണ്ടിയേറിനെ എന്റെ മുമ്പിൽ കിട്ടണമായിരുന്നു. എന്റെ നിയന്ത്രണം വിട്ടുപോകും. നിയന്ത്രണം വിടേണ്ട സമയമല്ലിത്. നമ്മൾ വളരെ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. അതെ, ഞങ്ങളെ പോലെ തന്നെ അച്ഛനും പെട്ടെന്ന് അങ്ങോട്ട് പെണ്ണുങ്ങൾക്ക് അടിമയാവും. അങ്ങേരുടെ മനസ്സ് മാറാനേ അധികം നേരമൊന്നും വേണ്ട. സ്വത്തുക്കളല്ല ഈ പിള്ളേരുടെ പേർക്ക് എഴുതി വെച്ചിട്ട് അയാൾ വേണം ഒരു തടിച്ച കന്നഡക്കാരി കെട്ടി. നമ്മൾ ആ വഴിക്ക് വേണം ചിന്തിക്കാൻ. കന്നഡക്കാരി കെട്ടിപ്പിക്കാൻ ഇനിയും കെട്ടിക്കാന്നൊക്കെ പറഞ്ഞ അയ്യേ. ആ പിന്നെ നിന്റെ തന്തയെ കൊണ്ട് കെട്ടിപ്പിക്കാനിട്ട് എനിക്കും രമേശ, നീ പോയി അവരോട് സംസാരിക്ക്. ബസ് സർവീസ് ഹോട്ടൽ നിനക്ക് എഴുതി തരാൻ പറ. വരുമാനമുള്ള 2 യവന്റെ പേർക്ക് എഴുതി വെച്ചാലേ എന്റെ മോളും മരുമോനും എന്തോന്ന് എടുത്ത് വെച്ചിട്ട് ഞണ്ണും പോയെ ചക്കപ്പൂഞ്ചോ. ബസ് സർവീസ് ഏതായാലും ഞങ്ങൾക്ക് വേണം. അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതെ, അതിനാ ഞങ്ങളുടെ തുടക്കം. സ്വത്തിന്റെ പേരിൽ അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഹോട്ടലിനേക്കാൾ എനിക്കിഷ്ടം ബസ്സാ. അപ്പൊ ഹോട്ടൽ വിട്ടുകൊടുക്കാന്നാണോ? രമയല്ലേ ഇത്രയും കാലം നോക്കി നടത്തിയത്? അതിനെന്താ, രമണൻ നോക്കിയാലും ഹോട്ടൽ നടക്കും. ഈ ഹോട്ടൽ ബിസിനസ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് ഡീസന്റ് ആയിട്ട് വേണം നടത്താൻ. ഡീസന്റ് ഉണ്ടാ? നിങ്ങൾ ഇവിടെ കിടന്ന് തമ്മി തല്ലാതെ ആദ്യം അയാൾ വല്ലതും തരുമോ നോക്ക്. തരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ ആര് ചോദിക്കും? നിന്നെ കൊണ്ട് ചോദിക്കാൻ കൊള്ളൂല കിഴങ്ങൻ. രമണൻ ചോദിക്കും. ഇല്ല, ഞാൻ പട്ടം മേടിച്ചു കൊടുത്തവനെ കൊണ്ട് ചോദിപ്പിക്കും. ഞാൻ വായിക്കുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും നിങ്ങളാരും എന്താ അത് ചോദിക്കാത്തേന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനായി. വയസ്സായി വരികയല്ലേ, എല്ലാം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച ഒന്ന് സ്വസ്ഥാകാലോ. പിന്നെ പാരമ്പര്യമായി കിട്ടിയതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല, നന്നാക്കിയിട്ടേ ഉള്ളൂ. അത് വീരിച്ചു തരുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വീതിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനോട് കൂടി ഒന്ന് ആലോചിക്കണം. ആയിക്കോട്ടെ മോളെ. എങ്ങനെ വീതിക്കണമെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്റെ അച്ഛനെ വിളിക്കണോ വേണ്ടോന്ന്. വളരെ നല്ല കാര്യം. ആട്ടെ, പാർവതിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധം? കൊടുക്കേണ്ടത് എന്നായാലും കൊടുത്തല്ലേ പറ്റൂ. ഇവരൊക്കെ എന്റെയും കൂടി മക്കളല്ലേ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്കതങ്ങ് നടത്തല്ലേ അച്ഛാ? അച്ഛന്റെ സമ്പാദ്യത്തില് എന്റെ അനിയൻ ലക്ഷ്മണനുണ്ട് ഒരു അവകാശം. സന്യാസി കളിച്ച് നടക്കുകയാണെങ്കിലും പിന്നീട് അവൻ അവകാശം പറഞ്ഞു വന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ മക്കളെ? ഇല്ലേ പാർവതി? പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ അതിന്റെ പേരിൽ നാളെ ഈ വീട്ടുമുറ്റത്തിൽ വർത്താനം ഉണ്ടാവരുത്. അതുകൊണ്ട് അവൻ വന്നാൽ നമുക്കിത് ഭാഗം വെക്കാം. എന്തേ? പിന്നെന്താ? വാ. അല്ല, അതിന് ചിറ്റപ്പൻ എവിടെ പോയി തപ്പും? അയ്യോ, അത് ചേട്ടനറിയേണ്ട കാര്യമല്ലല്ലോ. ആവശ്യക്കാര് നിങ്ങളല്ലേ. എവിടാ ഉള്ളാന്ന് വെച്ചാ തപ്പിക്കൊണ്ട് വാ. ഓ മുറുക്കാൻ ചെല്ല. കാര്യം കാണാൻ നിങ്ങൾ കഴുതക്കാലല്ല തവളക്കാല് വരെ പിടിക്കുന്ന എനിക്കിപ്പം മനസ്സിലായി. ആപത്തിൽ ഉപകരിക്കുന്നവനായി ഈ സാരഥി ലക്ഷ്മണാനന്ദെ ഞാനിപ്പൊ തപ്പിക്കൊണ്ടൊന്ന് തരാം. പക്ഷേ ഷെയർ കിട്ടിയാൽ നിങ്ങൾ എനിക്കെന്ത് തരും? ആ സ്വത്തിന്റെ ജാമ്യത്തിൽ നിനക്ക് ഞങ്ങളൊരു ടൂറിസ്റ്റ് ടാക്സി എടുത്തരാം. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഞാനിപ്പോ തന്നെ സ്വാമിയുടെ മഠത്തിലേക്ക് പോവുകയായി. ഓം ശാന്തി. ഇതിനിത്ര പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചു സാരഥി? ആ വിമൻസ് കോളേജിന്റെ മുമ്പിൽ നിന്ന് തപ്പിയെടുത്താണ് മുതലാളി. ഇപ്പൊ അവിടെ കിടപ്പ്. ഞാൻ അവർക്ക് സാരോപദേശം നൽകുകയായിരുന്നു മകനെ. അണ്ണന്റെ ആദ്യത്തെ കല്യാണമോ എന്നെ അറിയിച്ചില്ല. 2ാം ഘട്ടെങ്കിലും അറിയിക്കാൻ വളരെ മോശമായി പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ അറിഞ്ഞത്. പിന്നെയാണ് നിന്നെ അറിയിക്കുന്നത്. പാർവതി, ആ കൈപ്പെട്ടിങ് എടുത്തോളൂ. ഈ ഭാഗമെപ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ആഘോഷമായിട്ട് മുങ്ങി കുളിക്കാൻ.
നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ സ്വാമി ആദ്യമായിട്ട് കാണുകയാണല്ലോ. അല്ല, പക്ഷെ എവിടെ വെച്ച്? ഓ, പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടോ? അല്ല, തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും. ഓ, പത്മനാഭന്റെ തിരുനടയിൽ. അല്ലല്ല, ഞാൻ അവിടെ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. ഇവൻ അങ്ങനെ പല ഭ്രാന്തും പറയും. നീ താക്കോലെടുത്തേ. മംഗളം ഭവന്തു. ഡോക്യുമെന്റ്സ് ഒക്കെ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കരുതോ മുതലാളി? ഞാൻ ഇത്രയും കാലം ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി എന്റെ മക്കൾക്ക് നിർബന്ധമാണെങ്കിൽ അവരെവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോട്ടെ. ഇത് വീതിച്ചു കൊടുക്ക്. പണ്ടൊക്കെ ഓലയില് ആധാരം എഴുതായി കേട്ടിട്ടുണ്ട്. മുതലാളി തുണിയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അല്ല, ഇതൊരു പഴയ മുണ്ടാണല്ലോ മുതലാളി. ആധാരം എഴുതുമ്പോഴെങ്കിലും ഒരു പുതിയ തുണിയിൽ എഴുതരുതോ? അയ്യേ, ഇതൊരു കോടകമാണല്ലോ മുതലാളി. ഇതൊന്ന് വലിച്ചു പിടിച്ചേ. അവർ കാണട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. ഇതാണ് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ സ്വത്ത്. അച്ഛൻ മരിക്കുമ്പോ ആകെ സമ്പാദ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ സമ്പാദ്യം എന്തെങ്കിലും വേണല്ലോ എന്ന് കരുതി ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചതാ. പിന്നെ ഈ കാണുന്ന സ്വത്തൊക്കെ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കും. അത് ഞാൻ മുണ്ട് മുറുക്കി കൊടുത്തുണ്ടാക്കിയതാ. അതെന്ത് ചെയ്യണമെന്ന് എന്റെ സൗകര്യം പോലെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ നിനക്കൊക്കെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞാനും എന്റെ ഭാര്യയും പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ ഇനിയുള്ള കാലം സുഖമായിട്ട് ഇവിടെ കഴിയാം. അതല്ല എങ്കിൽ എന്റെ ഈ പാരമ്പര്യ സ്വത്തും വാങ്ങി മക്കൾ അച്ഛമാരെയും കൂട്ടി ഈ നിമിഷം തന്നെ പടിയിറങ്ങി പോണം. പിന്നെ വഴക്കുണ്ടാവാതെ ഇത് തുല്യമായി വീതിക്കണം. ഒരൊറ്റ മുണ്ടും ഒരു കോണകവും 3 അവകാശികളും. ഞാനിതെങ്ങനെ തുല്യമായിട്ട് പങ്കുവയ്ക്കും? ആ മുണ്ടും കൂടെ കീറി കോണകമാക്കട്ടെ മുതലാളി. അത് ഞാൻ പിന്നെ പറയാം. ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടാവും. സ്വന്തം അച്ഛൻ്റെതല്ലേ? അതല്ലടോ, ഞാൻ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞത്. കോണവും കൊണ്ടുവന്നിരിക്കണം. മക്കളെ, ഒന്ന് നിന്നേ. എന്താ നിങ്ങൾ എന്തിനാ ഇത്ര ധൃതി കാണിക്കാൻ പോയത് മക്കളെ? ഇതിനൊക്കെ ഒരു സാവകാശം വേണ്ടേ? ചിറ്റമ്മയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിറ്റമ്മ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നല്ലോ. അതെ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചെടുക്കാൻ ആരുടെയും ഔദാര്യമൊന്നും ആവശ്യമില്ല. ഇങ്ങോട്ട് പറഞ്ഞ ചിറ്റമ്മ ഞാനുണ്ടല്ലോ. ദേഷ്യപ്പെടാതെ മക്കളെ. നിങ്ങൾ ചിറ്റമ്മ ഒരു അന്യായി കാണുന്നത് ചിറ്റമ്മയ്ക്ക് വിഷമമാ. അച്ഛനൊരു മണ്ടത്തരം കാണിച്ചു വെച്ച് ഞങ്ങളത് അംഗീകരിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളോ? എന്റെ മക്കളുടെ നാവിൽ നിന്ന് ചിറ്റമ്മയെന്നൊരു വിളി കേൾക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് കൊതിക്കുന്നു. അയ്യടാ, ചിറ്റമ്മ. ചിറ്റമ്മയല്ല, ചെറ്റമ്മ. ഭദ്രകാളി. అవన్రా నేను భద్రగాళి. నిన్ను ఎలా దారికి తీసుకురావాలో నాకు తెలుసు. కొంచెం స్నేహం చూపిస్తే తల మీద తెక్కుతావా? దరిద్రుడా, మూర్ఖుడా, പിച്ചിവറവ. ജാഗ്രത. ആഗ്രഹടാ. എനിക്ക് നിന്റെയൊക്കെ പെങ്ങളാകാനുള്ള പ്രായം പോലുമില്ല. എന്നിട്ട് നിന്നെയൊക്കെ చిట్టమ్మాന്ന് വിളിക്കാൻ అనువదించది എന്റെ మనసుന്റെ വലിപ്പം കൊണ്ട്. అయితే నేను భద్రగాళి కదరా. ఒక్కసారి కాదు 100 సారి నిన్నే చిట్టమ్మాని పిలిపించాని. నేను గుంటూరు గారి పార్వతిని. నా ముళ్ళ మాట్లాడడానికి నువ్వింక పెరగలేదురా. విన్నవారా? కుక్కుల, పిల్లిగా, గాడిదల. ഇപ്പൊ എവിടെ പോയടാ നിന്റെയൊക്കെ നാക്ക്? പോടാകത്ത്. ഇനി ഇവിടെയെങ്ങാനും നിന്റെയൊക്കെ ശബ്ദം കേട്ടാൽ നാക്ക് വീഴെടുക്കും ഞാൻ. പോടാ, പോ.